ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ വാഹനം ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ഡാഷ് ക്യാം ഉപയോഗിക്കുക. എത്ര ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്താലും ചിലപ്പോൾ മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും നമ്മൾ അപകടങ്ങളിൽ ചെന്നപ്പെടുന്നത്. ഇതിനു മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് വിയോഫോയുടെ തന്നെ A119 എന്ന മോഡലായിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഇത്തരക്കാരുടെ വീഡിയോ ഓൺലൈൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വിയോഫോ A119 തന്നെ മതിയായിരുന്നു. പക്ഷെ പുറകിൽ ഒരു ക്യാമറ കൂടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായേനെ. അങ്ങനെ ഞാൻ വിയോഫോ കമ്പനിയെ കാര്യം അറിയിച്ചപ്പോൾ അവർ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു A129 Duo എന്ന മോഡൽ അയച്ചു തന്നു. AliExpress വഴി ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ 12,000 രൂപയോളമാണ് വില. കസ്റ്റംസ് ഡ്യൂട്ടിയായി 1000 രൂപയോളമാണ് അടയ്ക്കേണ്ടി വന്നത്. ആമസോൺ ഇന്ത്യയിൽ ഈ മോഡലിന് 19,000 രൂപയോളമാണ് വില. പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ ആരെങ്കിലും പുറകിൽ നിന്ന് വന്നടിച്ചാൽ അവർ ചിലപ്പോൾ വാദിക്കുക നമ്മൾ പുറകോട്ട് റിവേഴ്സ് എടുത്തതാണ് എന്നായിരിക്കും. ഇവിടെയൊക്കെയാണ് പുറകിലും ക്യാമറയുള്ള ഡാഷ് ക്യാമിൻ്റെ പ്രസക്തി. പിന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഒരു വാഹനത്തിൻ്റെ തൊട്ടു പുറകിലായി വേറെ ഒരു വാഹനം പോകുന്നത്. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ പുറകിൽ ടെയിൽ ഗേറ്റ് ചെയ്യുന്ന ഈ വാഹനം വന്നിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് തെളിയിക്കാൻ പുറകിൽ ഒരു ഡാഷ് ക്യാമറ അത്യാവശ്യമാണ്. A129 Duoയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്യുവൽ ചാനൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പ്രധാന യൂണിറ്റ് മുൻപിലത്തെ ഗ്ലാസ്സിലും രണ്ടാമത്തേത് പുറകിലെ ഗ്ലാസ്സിലും ഫിക്സ് ചെയ്യാം. രണ്ട് ക്യാമറകൾക്കും ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. A129 Duoയിൽ മുൻപിലും പുറകിലുമുള്ള രണ്ട് ക്യാമറകളിലും ഉപയോഗിച്ചിരിക്കുന്നത് IMX291 എന്ന ഒരു സോണി സ്റ്റാർവിസ് സെൻസറാണ്. കൂടെയുള്ളത് f1.6 അപ്പേച്ചറുള്ള ലെൻസാണ്. ഇത് ലോ ലൈറ്റ് വീഡിയോ ക്വാളിറ്റി മികച്ചതാക്കുന്നു. ഇതിനേക്കാൾ വില കൂടിയ മറ്റു ക്യാമറകളിൽ പോലും ഇതിനേക്കാൾ കുറഞ്ഞ സ്പെക്സ് ആണ് കാണാൻ സാധിക്കുക. രണ്ട് ക്യാമറകളും സെമി പെർമനൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡഡ് ടാപ്പ് ഉപയോഗിച്ചാണ് ഗ്ലാസ്സിൽ ഉറപ്പിക്കുന്നത്. മിക്ക ഡാഷ് ക്യാമുകളും ഇങ്ങനെ തന്നെയാണ്. രണ്ടിൻ്റെയും ലെൻസ് ഉള്ള ഭാഗം മുകളിലേക്കോ താഴേക്കോ അഡ്ജസ്റ്റ് ചെയ്യാം. വശങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. A129 Duoയിൽ ഓപ്ഷണലായി വാങ്ങാവുന്ന GPS മൊഡ്യൂൾ കൂടിയുണ്ട്. ഇന്റേണൽ ബാറ്ററിക്ക് പകരം സൂപ്പർ കപ്പാസിറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാന യൂണിറ്റിൽ 2 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ. ഇതിന് താഴെയായി ചില ബട്ടൺസും മിനി USB പോർട്ടാണ് ഇതിലുള്ളത്. ഒന്നിൽ പവർ കണക്ട് ചെയ്യാനും മറ്റേതിൽ പുറകിലെ ക്യാമറ കണക്ട് ചെയ്യാനും. 6 മീറ്റർ നീളമുള്ള ഒരു കേബിൾ ഉപയോഗിച്ചാണ് മെയിൻ യൂണിറ്റുമായി പുറകിലെ ക്യാമറ കണക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് കണക്ഷന് വേണ്ടിയുള്ള ഒരു 3.5 mm ജാക്ക് ആണുള്ളത്. ഇതിനുള്ള കേബിൾ നമ്മൾ വേറെ വാങ്ങണം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൈക്ക്, SD കാർഡ് സ്ലോട്ട്, റീസെറ്റ് ബട്ടൺ എന്നിവയാണ്. 256 GB വരെ കപ്പാസിറ്റിയുള്ള മൈക്രോ SD കാർഡാണ് ഇത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 128 GB കപ്പാസിറ്റിയുള്ള ക്ലാസ് 10 മൈക്രോ SD കാർഡാണ്. 10 മിനിറ്റ് നേരത്തെ റെക്കോർഡിംഗ് ആകെ 2.2 GB വരും. 1.2 GB സൈസുള്ള 2 ഫയലുകളാണ് ഉണ്ടാവുക. മുൻപിലെ ക്യാമറയുടെയും പുറകിലെ ക്യാമറയുടെയും വീഡിയോ ഫയൽസ് വെവ്വേറെ ആയിട്ടാണ് സേവ് ആവുക. ബിട്രേറ്റ് ക്വാളിറ്റി കുറച്ചാൽ അല്പം സ്റ്റോറേജ് സേവ് ചെയ്യാം. പക്ഷെ അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റിയും കുറയുമല്ലോ. ഒരു 128 GB മെമ്മറി കാർഡിൽ 8 മണിക്കൂറോളമുള്ള വീഡിയോ സേവ് ചെയ്യാം. 64 GB ആണെങ്കിൽ അതിൻ്റെ പകുതിയും. വിയോഫോ A129 Duoയുടെ 4K വേർഷനും ലഭ്യമാണ്. ഇതിൽ 4 മണിക്കൂറിൽ താഴെ മാത്രമാണ് 128 GB കാർഡിൽ 4K വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുക. ഫോണുമായി വിയോഫോ ആപ്പ് വഴി കണക്ട് ചെയ്യാൻ വേണ്ടി വൈഫൈ സപ്പോർട്ടുമുണ്ട്. ബാറ്ററിക്ക് പകരം സൂപ്പർ കപ്പാസിറ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാർ വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വിൻഷീൽഡിൻ്റെ ടെമ്പറേച്ചറൊക്കെ വല്ലാതെ കൂടും. വെയിലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറിൽ കയറി ഇരിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് കഴിയാറില്ല. അപ്പോൾ ആ വിൻഷീൽഡ് ചൂടാവുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള, തീപിടിക്കാൻ സാധ്യതയുള്ള ബാറ്ററിയുള്ള ഒരു ഉപകരണം കൂടി വച്ചാലോ. അതാണ് ബാറ്ററിയുള്ള മറ്റു ഭൂരിഭാഗം ഡാഷ് ക്യാമുകളും. -10 ഡിഗ്രി മുതൽ 65 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിൽ A129 Duo നന്നായി പ്രവർത്തിക്കും. ഇതിനു മുകളിലേക്ക് ടെമ്പറേച്ചർ പോയാലും തീ പിടിക്കാനൊക്കെയുള്ള സാധ്യത ബാറ്ററി ഉപയോഗിക്കുന്ന ഡാഷ് ക്യാമുകളേക്കാൾ വളരെ കുറവാണ്. പവർ ഓഫ് ആയാൽ ഏതാനും സെക്കൻഡുകളാണ് വീഡിയോ സേവ് ആവുക. അതുവരെ റെക്കോർഡായ വീഡിയോ സേവ് ചെയ്യാൻ ഈ സമയത്തിനുള്ളിൽ ഈ ഡാഷ് ക്യാമിന് സാധിക്കും. വിയോഫോ നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ ഡാഷ് ക്യാം ഷിപ്പ് ചെയ്യുക. ബോക്സ് തുറന്നാൽ ആദ്യം 2 ക്യാമറ മൊഡ്യൂളുകളും കാണാൻ സാധിക്കും. ഇതിൻ്റെ അടിയിലായുള്ള ഒരു കാർഡ്ബോർഡ് കൂടി എടുത്തു മാറ്റിയാൽ ഒരു ചാർജർ, 3 കേബിൾസ്, ഡബിൾ സൈഡ് ടാപ്സ് എന്നിവ കാണാം.
ഫയൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്ലൂടൂത്ത് റിമോട്ട് അഡീഷണലായി വാങ്ങാം. പക്ഷേ ഇതിൻ്റെ വില അല്പം കൂടുതലാണ്. ഇതിനു പകരം ക്യാമറയിൽ തന്നെയുള്ള ബട്ടൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഫീച്ചർ ഉപയോഗിച്ച് ആ സമയത്ത് റെക്കോർഡാവുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവാതെ സൂക്ഷിക്കാൻ സാധിക്കും. വിയോഫോയുടെ പഴയ A119 മൗണ്ടിംഗ് സിസ്റ്റം അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു കുഴപ്പം. പക്ഷേ ഈ പുതിയ മോഡലിൽ മൗണ്ടിംഗ് സിസ്റ്റം മെച്ചപ്പെട്ടിട്ടുണ്ട്. രണ്ടിലും ഗ്ലാസിൽ ഫിക്സ് ചെയ്യുന്ന GPS യൂണിറ്റിലാണ് പവർ നൽകേണ്ടത്. ഈ യൂണിറ്റിൽ നിന്നും ക്യാമറ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡാഷ് ക്യാമറകൾക്ക് വേണ്ട പ്രധാന ഫീച്ചറുകളിൽ ഒന്ന് ഡീറ്റെയിൽസ് ആണ്. മറ്റുള്ള ഭൂരിഭാഗം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വീഡിയോയിൽ തിരിച്ചറിയാൻ സാധിക്കണം. പിന്നെ വെളിച്ചക്കുറവുള്ളപ്പോൾ അല്ലെങ്കിൽ രാത്രിയിലുള്ള റെക്കോർഡിംഗ് ക്വാളിറ്റി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പല വില കുറഞ്ഞ ക്യാമറകളിലും നമ്പർ പ്ലേറ്റ് ഒരിക്കലും വ്യക്തമാവില്ല. രാത്രിയിലാവട്ടെ വീഡിയോ വല്ലാതെ വ്യക്തത ഇല്ലാത്തതുമായിരിക്കും. പക്ഷേ A129 ഡിയോയുടെ ക്യാമറകൾ പകൽ സമയത്ത് നല്ല ക്ലിയർ ആണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ പലപ്പോഴും സ്മാർട്ട് ഫോണുകളേക്കാൾ മെച്ചമാണെന്ന് തോന്നും. കാറിലിരുന്നു കൊണ്ട് ഒരു ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ കാണുന്ന ഷെയ്ക്കൊന്നും ഈ ഡാഷ് ക്യാമിൻ്റെ വീഡിയോയിലില്ല. സെറ്റിംഗ്സ് എല്ലാം തന്നെ എളുപ്പത്തിൽ മനസ്സിലാവും. പക്ഷേ വൈഫൈ ഉപയോഗിച്ച് ഫോണുമായി കണക്ട് ചെയ്താൽ പിന്നെ വൈഫൈ ഓഫ് ചെയ്യുന്നതുവരെ ഡാഷ് ക്യാമിൻ്റെ സെറ്റിംഗ്സ് ആപ്പ് വഴി മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. 5 GHz വൈഫൈ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാമറയിൽ നിന്നും വീഡിയോസ് എളുപ്പത്തിൽ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം. അധിക ക്യാമറകളിലും 2.4 GHz വൈഫൈ ആണ് ഉപയോഗിക്കുക. ഇതിന് വേഗത വളരെ കുറവാണ്. മറ്റൊരു ഫീച്ചർ പറയാനുള്ളത്, മെമ്മറി കാർഡ് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ കാർഡ് ഡിറ്റക്റ്റ് ആയില്ല എങ്കിൽ നിർത്താതെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. നമ്മൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കും. മറ്റു പല ക്യാമറകളിലും ഒരു തവണ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ചെയ്യുക. പിന്നീട് നോക്കുമ്പോഴായിരിക്കും വീഡിയോസ് റെക്കോർഡ് ആയിട്ടില്ല എന്ന് മനസ്സിലാവുക. A129 ഡിയോയിൽ ഈ കുഴപ്പമില്ല. GPS ഉള്ളതുകൊണ്ട് ഡാഷ് ക്യാം വ്യൂവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇതിൽ വീഡിയോ ഫയലിൽ തന്നെ ലൊക്കേഷൻ വിവരങ്ങൾ മുതൽ സ്പീഡ് വരെയുള്ള കാര്യങ്ങൾ സേവ് ആയിട്ടുണ്ടാകും. വാങ്ങാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ ഒരു CPL ഫിൽറ്റർ അഥവാ പോളറൈസിംഗ് ഫിൽറ്റർ കൂടി വാങ്ങുക. CPL ഫിൽറ്റർ ഉണ്ട് എങ്കിൽ വീഡിയോ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. മാത്രമല്ല റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഗ്ലെയർ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഞാൻ A129 ഡിയോ എൻ്റെ കാറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് USB ചാർജർ വഴിയാണ്. കാർ ഓഫ് ചെയ്താൽ ക്യാമറയും ഓഫ് ആവും. മോഷൻ ഡിറ്റക്ഷൻ പോലെയുള്ള ഫീച്ചറുകൾ വേണമെങ്കിൽ ഒരു ഹാർഡ്വെയർ കിറ്റ് കൂടി വാങ്ങുക. അങ്ങനെയാണെങ്കിൽ കാർ ഓഫായാലും നമ്മുടെ സെറ്റിംഗ്സിനനുസരിച്ച് റെക്കോർഡിംഗ് നടക്കും. ഹാർഡ്വെയർ കിറ്റ് വേണ്ട എങ്കിൽ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചാലും മതി. പക്ഷേ ഇത് അത്ര സേഫ് ആയിരിക്കില്ല. ഹാർഡ്വെയർ കിറ്റ് വേണ്ട എങ്കിൽ നമുക്ക് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഹാർഡ്വെയർ കിറ്റ് വേണമെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം വേണ്ടിവരും. ഹാർഡ്വെയർ കിറ്റ് വാങ്ങുമ്പോൾ 3 വയർ ഉള്ളത് തന്നെ വാങ്ങുക. 2 വയർ ഉള്ളതിന് പാർക്കിംഗ് മോഡ് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. പാർക്കിംഗ് മോഡ് എനേബിൾ ചെയ്യുക ആണെങ്കിൽ ടൈം ലാപ്സ് അല്ലെങ്കിൽ ലോ ബിട്രേറ്റ് മോഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മോഷൻ ഡിറ്റക്ഷൻ അത്ര ഉപകാരപ്രദമായ ഒരു ഫീച്ചർ അല്ല. മുൻപിലും പുറകിലുമായി 2 വെവ്വേറെ ക്യാമറകൾ ഉപയോഗിച്ചാൽ 2 മെമ്മറി കാർഡുകളും ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ A129 ഡിയോയിൽ ഒരു മെമ്മറി കാർഡിൽ തന്നെ 2 വീഡിയോ ഫയലുകളും സേവ് ആവുന്നതാണ്. A129 ഡിയോ മികച്ച ഒരു ഡാഷ് ക്യാം ആണ്. 2 ക്യാമറകൾക്കും നല്ല വീഡിയോ ക്ലാരിറ്റിയും ഡീറ്റെയിൽസും ഉണ്ട്. മറ്റു പല ഡാഷ് ക്യാമുകളെക്കാളും വിലയും കുറവാണ്. ഒരു ആക്സിഡന്റ് നടന്നാൽ ഡാഷ് ക്യാം ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഉപയോഗിക്കാം. റോഡിൽ ചരിത്രം കാണിക്കുന്ന ഡ്രൈവേഴ്സിനെ കണ്ടുപിടിക്കാനും ഇത് ഉപകരിക്കും. ഇൻഷുറൻസ് ഫ്രോഡിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. നമ്മുടെ മുഴുവൻ റോഡ് ട്രിപ്പും ഡാഷ് ക്യാമിലൂടെ സേവ് ചെയ്യാം. A129 ഡിയോ പോലെ GPS ലോഗർ സപ്പോർട്ടുള്ള ക്യാമറ ആണെങ്കിൽ സ്പീഡ് കൂടാതെ ലൊക്കേഷൻ വിവരങ്ങളും വീഡിയോയുടെ കൂടെ സേവ് ആവും. പാർക്കിംഗ് ആക്സിഡൻറ്റ്സ് ഉണ്ടായാൽ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കാൻ പാർക്കിംഗ് മോഡ് സപ്പോർട്ടുള്ള ഒരു ക്യാമറ വേണം. ഇതൊന്നും വേണ്ട എങ്കിലും ഒരു റീസൺ കൂടിയുണ്ട് ഒരു ഡാഷ് ക്യാം വാങ്ങാൻ. പലപ്പോഴും ഇതിൽ റെക്കോർഡ് ആവുന്ന വീഡിയോ നമ്മളെ അത്ഭുതപ്പെടുത്തും. പല സ്ഥലങ്ങളുടെ വീഡിയോ പിന്നെ ഡാഷ് ക്യാം വീഡിയോയിൽ നോക്കിയാൽ വളരെ ഭംഗിയുള്ളതായിരിക്കും. ഈ വിലയിൽ എത്ര ഫീച്ചറുകളും വീഡിയോ ക്വാളിറ്റിയുമുള്ള മറ്റൊരു ഡാഷ് ക്യാം വേറെയില്ല. A129 ഡിയോ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ക്യാം വീഡിയോയുടെ റോ ഫുട്ടേജ്, ഡാഷ് ക്യാം വീഡിയോ വ്യൂവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്നിവയും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.